Asylum Learning. It's me, Mufida. കുട്ടികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. അപ്പൊ അതെന്താണെന്ന് നോക്കാം അല്ലെ. നമുക്ക് ഇവിടെ ഒരു എർത്തിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് 4 സ്ഥലങ്ങളിലും 4 മരങ്ങൾ. ഇവിടെ ആപ്പിൾ ആണ്, ഇവിടെ മാംഗോ ട്രീ ഉണ്ട്, ഇവിടെ ഓറഞ്ച് മരം ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരു തെങ്ങുണ്ട് അല്ലെ. അപ്പൊ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ആപ്പിൾ മരത്തുനിന്ന് ഒരു ആപ്പിൾ വീണാലേ അത് ഇങ്ങോട്ട് വീഴും, ശരിയാണ്. അപ്പം ഈ മാങ്ങ ഇങ്ങോട്ട് വീഴും, മാങ്ങ ഇങ്ങോട്ട് വീഴുവോ? അതുപോലെ ഓറഞ്ച് ഇങ്ങോട്ട് വീഴുവോ? അതുപോലെ കോക്കനട്ട് ഇങ്ങോട്ട് വീഴുവോ? എന്തായിരിക്കും ആൻസർ? ഇങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് അറിയാം അല്ലേ. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും എന്തൊരു സാധനവും താഴേക്ക് വീഴുകയാണെങ്കിൽ ഭൂമിന്റെ ഉള്ളിലോട്ട് അല്ലെ, ഭൂമിന്റെ അടുത്തേക്ക് മാത്രമേ അവര് വരുള്ളൂ അല്ലെ. അപ്പൊ മാംഗോ ഇങ്ങോട്ട് വീഴും, ഓറഞ്ച് ഇങ്ങോട്ട് വീഴും, നമ്മുടെ കോക്കനട്ട് ഇങ്ങോട്ട് വീഴും, ആപ്പിൾ ഇങ്ങോട്ട് വീഴും, നമുക്കറിയാം അല്ലെ. ബിക്കോസ് എന്താണ് കാരണം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊരു വസ്തു മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാലും അത് താഴേക്ക് തന്നെ വരും. കാരണം എന്താ, അത് കുറെ ഒന്നും അങ്ങോട്ട് പോകാൻ കഴിയൂല. കാരണം അപ്പോഴേക്കും ഭൂമി അതിനെ ഉള്ളിലോട്ട് അങ്ങോട്ട് പിടിച്ച് വലിക്കൂലേ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്ന്. അപ്പൊ നോക്കിയാൽ എന്താണ്, ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. The earth attracts all the objects towards its center. This force of attraction is called force of gravity. Next നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ്? A mango falling down from a mango tree. പിന്നെ ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നത്. പിന്നെന്താ, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത് അല്ലെ, അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുക. റൈറ്റ് ടു എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വാകർഷണ നിയമം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര എന്തൊക്കെയോ പ്രശ്നമായിട്ടുള്ള ഒരു ടോപ്പിക്. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആണെടാ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താ നോക്കുക അല്ലെ. അതായത് ഈ ലോ പ്രകാരം പറയാണ്, പ്രപഞ്ചത്തിൽ അതായത് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സ്റ്റുഡിയോയിൽ. അപ്പൊ ഞാനും ഈ ക്യാമറയും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറനെയും ക്യാമറ തിരിച്ച് എന്നെയും ഒരു ഫോഴ്സിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡോർ എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളും ആ ഫോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ചുമരും നിങ്ങളും അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വസ്തുക്കളും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. അപ്പൊ ഇവിടെ നമുക്കൊരു ക്ലാസ് റൂം ഉണ്ടല്ലേ. ക്ലാസ് റൂമിൽ സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഈ സാറിനെ ഈ കുട്ടി ആകർഷിക്കുന്നുണ്ട്, സാർ കുട്ടിനെ തിരിച്ചു ആകർഷിക്കുന്നുണ്ട്. ഈ ബോർഡും ഈ സാറും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ഈ കുട്ടിയും ഈ കുട്ടിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കളും ഈ കുട്ടിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, സാറും കുട്ടിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഒരു ഫോഴ്സ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, ഒരു അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ഒരു ആകർഷണ ബലമുണ്ട്. ആ ബലത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു ഫോഴ്സിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിലൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. അതിനെ കുറെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നമ്മൾ അതിനൊരു ഇക്വേഷൻ ആക്കി മാറ്റുന്നെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു കോൺസ്റ്റന്റിനൊക്കെ കൊണ്ടുവരണം. അതൊക്കെ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ടാക്കി തോന്നുക. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ സാറും ഈ കുട്ടികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 2 പേരെ പഠിക്കാം. സാറും ഈ കുട്ടിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഈ സാറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്കിൽ എടുക്കുന്ന ഈ കുട്ടീനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് കൊടുക്കാടാ, D എന്ന് കൊടുക്കാം. അതുപോലെ നമ്മുടെ കുട്ടീന്റെ മാസിന് നമുക്ക് M1 എന്നും നമ്മുടെ സാറിന്റെ മാസിന് നമുക്ക് M2 എന്നും കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാറ് കുട്ടീനെയും കുട്ടി സാറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഫോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. The force of mutual attraction between two bodies is directly proportional to the product of their masses. രണ്ടുപേരുടെയും മാസസിന്റെ പ്രോഡക്റ്റിന്, ഗുണനഫലത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ
പ്രൊപ്പോർഷണൽ ആണ്, നേരാനുപാതികമാണ്. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിപരീതാനുപാതമാണ് എന്തിന്? അവരുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. അപ്പൊ നിങ്ങൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ചെറുപ്പത്തിൽ നമ്മളോട് ഇങ്ങനെ പറയും, നന്നായി പാലും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചാൽ നല്ല ഹെൽത്ത് ഉണ്ടാവും നമ്മളോട് പറയില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹെൽത്ത് കൂടണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് പാലും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം. അപ്പൊ നന്നായി വെജിറ്റബിൾസ് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മൾ പഠിച്ചില്ലേ. അതിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഒന്ന് കൂടിയാൽ മറ്റേ ആളും കൂടും അല്ലെ. വെജിറ്റബിൾസ് നന്നായി കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നേരാനുപാതികം എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തും വെജിറ്റബിൾസും നമുക്ക് എന്താണ്? നേരാനുപാതികമാണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ അതിനെ കൊടുക്കട്ടോ. ഇതാണ് ഈ ഒരു സൈനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നേരാനുപാതികം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു സംഭവം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടുകാർ പറയും, നന്നായി ഇങ്ങനെ ജങ്ക് ഫുഡ്സ് അല്ലെ, ബർഗർ, സാൻഡ്വിച്ച്, ഇതൊക്കെ ചിക്കനൊക്കെ ഇങ്ങനെ നന്നായി കഴിച്ചോ, നിന്റെ ആരോഗ്യമൊക്കെ ഭയങ്കര മോശമായി പോകുന്നു പറയില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി, നന്നായിട്ട് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ ആരോഗ്യമൊക്കെ ഭയങ്കര വീക്കാവും നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ അത് നമുക്കൊരു റിലേഷൻ ആക്കി എഴുതിയാലോ ഫിസിക്സിലെ കാര്യത്തില്. അപ്പൊ ഹെൽത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരോട്? ജങ്ക് ഫുഡ്സിന്. അതായത് ഒരാള് കൂടിയാൽ മറ്റേ ആള് കുറയും. ജങ്ക് ഫുഡ്സ് നന്നായിട്ട് കഴിച്ചാല് ആരോഗ്യം വളരെ കുറയും എന്നുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീതാനുപാതികം എന്ന് പറയുന്നത്. വിപരീതാനുപാതികം എന്ന് എഴുതണമെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇങ്ങനെ സൈൻ ഇട്ട് കൊടുക്കുക, 1/, എന്നിട്ട് കൊടുക്കുക. 1 കഴിഞ്ഞിട്ട് ബൈ എന്നിട്ട് കൊടുക്കുക കേട്ടോ. 1 എഴുതാ, മൾട്ടിപ്ലിക്കേഷൻ 1/. അങ്ങനെ 1/, എന്നിട്ട് കൊടുത്താൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരാനുപാതികമാണ്, പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്, മാസിന്റെ ഗുണനഫലത്തിന്. അപ്പം മാസ് എന്ന് പറഞ്ഞാൽ M1 ഉണ്ട്, M2 ഉണ്ട്. അപ്പൊ അവരുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ M1 into M2 ആണ്. സോ F is directly proportional to, അല്ലെങ്കിൽ F നേരാനുപാതികമാണ് M1 into M2-ന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? F is inversely proportional to, വിപരീതാനുപാതികമാണ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ 1/, എന്ന് വേണം ആദ്യം ഇട്ടെടുക്കാൻ. വിപരീതാനുപാതികം അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കണ്ടാൽ നിങ്ങൾ ഇതിട്ട് കൊടുക്കണം. ഏതിട്ട് കൊടുക്കുക? ഇങ്ങനെ ഒരു സൈനും ഇങ്ങനെ 1/. ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതുക കേട്ടോ. പിന്നെ എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. അപ്പൊ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? D ആണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് വർഗം ഇട്ട് കൊടുക്കുക, സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇത്രയും സിമ്പിൾ ആണ്. ഇതിനെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുന്നു മാത്രം. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു സെന്റൻസിൽ നിന്നും, ഈ ഒരു സെന്റൻസിൽ നിന്നും നമുക്ക് ഇത്രയും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി മാറ്റാണ്. ഇപ്പൊ രണ്ടെണ്ണത്തിന് ഞാൻ ചേർത്ത് എഴുതാണ് കേട്ടോ. F is directly proportional to M1 into M2 ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു F is proportional to 1/d². ഇവ രണ്ടുപേരെയും ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? എനിക്ക് രണ്ടുപേരെയും ചേർത്ത് ഒരേ ഇതിൽ കൊണ്ടുവരാണ് ഞാൻ. F is proportional to M1 into M2, പിന്നെന്താ, ഡിവൈഡഡ് ബൈ d². ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയും എഴുതാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള സംഭവം. അപ്പൊ ഇതെന്താണെടാ? ഇതൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഒരു റിലേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് കൂടിയാ മറ്റേ ആൾ കൂടി എന്നൊക്കെ നമുക്ക് ഇതിന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനെ നമുക്ക് എന്താക്കണം? ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമുക്കറിയാം ഈക്വൽ ടു സൈന് വേണം അല്ലെ, സമം എന്നുള്ള സൈന് വേണം. അപ്പൊ പണ്ടൊക്കെ ഞാനൊക്കെ വിചാരിച്ചത്, ചെറിയ കുട്ടിയൊക്കെ അമ്മ വിചാരിച്ച ഇതിനെങ്ങനെ മാറ്റണമെങ്കിൽ വെറുതെ പോയിട്ട് ഒരു 2 വാരം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നാ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇതിനൊരു റൂൾ ഉണ്ട് മാത്തമാറ്റിക്സിൽ. അതെന്താണെന്നറിയോ? നമുക്ക് അതിനൊരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ വെറുതെ അങ്ങോട്ട് സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഹെൽത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെജിറ്റബിൾസ് അല്ലെ. വെജിറ്റബിൾസ് നന്നായിട്ട് കഴിച്ചാല് ഹെൽത്ത് നല്ലോണം കൂടും. ആ റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഹെൽത്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെജിറ്റബിൾസ് എന്ന് പറയാം. ഇപ്പൊ ഇതൊരു റിലേഷൻ ആണ്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നല്ല ഇതിന്റെ നടുവിൽ കാണുന്നത്. ഇതിനെ എനിക്ക് ഈക്വൽ ടു ആക്കി മാറ്റണം, ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഹെൽത്ത്
is equal to എന്നിട്ട് എന്ത് ചെയ്യുക കോൺസ്റ്റന്റ് ഇൻറ്റു വെജിറ്റബിൾ എന്ന് എഴുതി മാറ്റാം. അതാണ് ഇതിന്റെ റൂൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് ആ ഒരു സംഭവത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അവിടെ ഹെൽത്തിന് പകരം ഇവിടെ ഫോഴ്സ് ആണ്, അവിടെ വെജിറ്റബിൾസിനും നമ്മുടെ ബർഗറിനൊക്കെ പകരം M1 M2 d² ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര സംഖ്യ എന്നിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ d². അപ്പൊ ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ഇവര് പറയാണ് ഈ കോൺസ്റ്റന്റിനെ നമ്മളൊരു പേര് പറയും. ആ പേരാണ് ആദ്യം ആ കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എഴുതാം, ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ജി എന്ന് ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും കേട്ടോ. സാരവിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നൊക്കെ പറയും. അപ്പം മൂപ്പര് ഇതിങ്ങനെ കുറെ കണ്ടുപിടിച്ച് ഇതിന്റെ ഒരു വാല്യൂ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് 6.67 ഇൻറ്റു 10⁻⁻11 എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നടാ, എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ d² ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന് പകരം ഞാൻ ഈ സ്ഥിരസംഖ്യ ജി എന്ന് കൊടുക്കുകയാണ് അല്ലെ, ജി എന്ന് കൊടുക്കുന്നു. ജി ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ d² എന്നാണ് നമ്മളിപ്പം ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ജിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് 6.67 ഇൻറ്റു 10⁻⁻11. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് പറയില്ല, നമ്മളോട് സയന്റിസ്റ്റ് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ആ വാല്യൂ. ഇത് നിങ്ങൾ ഈ വാല്യൂ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കണ്ടിട്ട് ഇതാണ് അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളത് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. ചില ക്വസ്റ്റ്യൻസിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് തരുള്ളൂ. അപ്പം കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് അതിൻ്റെത് വേണം. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. മക്കളെ, നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് ഒബ്ജക്ട്സ് M1 ആണ്, ഒന്നിന്റെ മാസ് M2. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. രണ്ടിന്റെയും സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. അത് D ആണെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് F എന്ന് പറയുന്നത് എന്താണ്, G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ d² ആണെന്ന് മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ലോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നമ്മുടെ എർത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കൂടെ എർത്തിന്റെ സർഫസിൽ എന്താണ്, ഒരു ആപ്പിളും വെച്ചിട്ടുണ്ട് അല്ലെ, ആപ്പിളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ എർത്ത് ആപ്പിളിനെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെ ആപ്പിൾ എർത്തിനെയും എർത്ത് ആപ്പിളിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഗുരുത്വാകർഷണ ബലം അനുസരിച്ച് നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് എത്രയാണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലെ, വളരെ ഈസിയാണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഈ എർത്തും നമ്മുടെ ആപ്പിളും തമ്മിലുള്ള ദൂരം എത്രയാന്ന് നോക്കാം അല്ലെ. ഏകദേശം നോക്കി ആപ്പിളിന്റെ സർഫസിലാണ് എർത്തിന്റെ സർഫസിലാണ് നമ്മുടെ ആപ്പിൾ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവർ തമ്മിലുള്ള ദൂരം ഏകദേശം നമ്മുടെ എർത്തിന്റെ റേഡിയസ് അല്ലേ വരുന്നത് അല്ലെ, എർത്തിന്റെ റേഡിയസ് ആണ് ഏകദേശം വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ മാസ്, നമ്മുടെ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M എന്നും നമ്മൾ ആപ്പിള് കുഞ്ഞതല്ല, അപ്പൊ നമുക്ക് കുഞ്ഞ് M എന്നും കൊടുക്കാം. അവർ തമ്മിലെ ഡിസ്റ്റൻസ് അല്ലെ ഏകദേശം നമ്മളെ എർത്തിന്റെ റേഡിയസ് തന്നെയാണ് വരുന്നത്. സോ അതിന് R എന്നും കൊടുക്കാം അല്ലെ. D is equal to അല്ലെ, നമ്മൾ ഇത്രയും പഠിച്ചത് ഡിസ്റ്റൻസ് D ആയിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ R ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാവിറ്റേഷണൽ, എങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, F is equal to G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ d² ആണ് അല്ലെ. ഇവിടെ M1 എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് M ആയിട്ടും നമ്മുടെ M2ന്റെ മാസ്, M2 എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ മാസ് ഈ സ്മോൾ M ആയിട്ടും D എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിന്റെ റേഡിയസ് R ആയിട്ടും എടുക്കാം. സോ എഴുതി കൊടുക്കൂ, F is equal to G ഇൻറ്റു M ഇൻറ്റു M ഡിവൈഡഡ് ബൈ R² എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്നുള്ള ടോപ്പിക്കാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, താഴേക്ക് വരും. കാരണം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ബോളിനെ ഞാൻ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും താഴേക്ക് വരും. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മള്
സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്, F is equal to ma എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. F is equal to ma. M എന്ന് പറഞ്ഞ മാസ് ആണ്, A എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ആണ്. അപ്പൊ ഇവിടെ ഈ ബോളിന് എന്തുണ്ടാവും, ബോളിന്റെ മുകളിലേക്ക് ഇട്ടാൽ ബോൾ താഴേക്ക് വരും, ബോളിനൊരു സ്പീഡും ഒരു ആക്സിലറേഷനും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഗ്രാവിറ്റി കാരണമാണ് ആ ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷനെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഗ്രാവിറ്റി കാരണം ഉണ്ടായ ആക്സിലറേഷൻ എന്ന് പറയും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക ജി വെച്ചിട്ടാണ് കേട്ടോ. ജി അതായത് എ എന്ന് പറയുന്നത് എന്താ മാറും, ജി ആയിട്ട് മാറും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കട്ടെ. അവിടെ മക്കളെ F is equal to m into g ആയിട്ട് മാറും അല്ലെ. അപ്പൊ F is equal to mg എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞു. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതുപോലെ നമ്മളിപ്പോ പഠിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ. ഈ ബോളിനെ എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ എർത്ത് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളൂ പഠിച്ചിട്ട് F is equal to G into capital M into M divided by R square എന്നല്ലേ, R square. അപ്പൊ എല്ലാ മക്കൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R മാത്രമാണോ, കാരണം ഈ ബോൾ എന്ത് ചെയ്യാണ് കുറച്ച് മുകളിലല്ലേ ഇരിക്കുന്നത്, അവിടെയും കുറച്ച് ഡിസ്റ്റൻസ് ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എർത്തിന്റെ കേസിൽ എർത്തിന്റെ റേഡിയസ് പറഞ്ഞാൽ വളരെ 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 വലുതാണ്. ഈ ഒരു കുഞ്ഞു ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് അപ്പൊ നമുക്ക് നമ്മൾ ഒഴിവാക്കി വിടലാണ് കേട്ടോ. അപ്പൊ എർത്തിന്റെ കേസിൽ അതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ മക്കളെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 2 ഒന്ന് നോക്കിയാൽ രണ്ടും നമ്മൾ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. രണ്ടോടത്തും എന്താണ്, ഫോഴ്സ് ആണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടിനെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തൂടെ, രണ്ടും അല്ലെ. ചക്ക ഇസ് ഈക്വൽ ടു സംതിങ് ആൻഡ് ചക്ക ഇസ് ഈക്വൽ ടു സംതിങ്. അപ്പൊ ചക്ക ഈക്വൽ ആക്കുക അല്ലെ. സോ നമുക്ക് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. സോ 1 equal to 2 ചെയ്യുന്ന സമയത്ത് എന്താണ്, m into g is equal to 2 എന്താണ്, g into m divided by r square. അപ്പൊ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരുപോലെയുള്ള ആൾക്കാരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ മാത്തമാറ്റിക്സിലെ റൂൾസുകളാണ് കേട്ടോ. അപ്പൊ ഈ സ്മോൾ എമ്മും അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് g is equal to g into capital M ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്, ജി is equal to g into ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പടാ മക്കളെ ഈ ജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ജീന്റെ വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു 6.67 into 10⁻⁻11 ആണെന്നല്ലേ. എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് എർത്ത് ആണ്, എർത്തിന്റെ മാസ് ആണ്. അത് 6 into 10⁻24 ആണ്. അത് കളന്ന് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതൊന്നും ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കൂല കേട്ടോ. പിന്നെ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് 6.4 into 10⁻6. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്താല് 6.67 into 10⁻11 into M 6 into 10⁻24 ഡിവൈഡഡ് ബൈ 6.4 into 10⁻6 ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ we will get a value 9.8 meter by second square എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട്, ജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 9.8 എന്നിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ സംഭവം ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് എന്ത് ചെയ്യടാ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുപോലെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജീന്റെ വാല്യൂ അല്ലെ, ജീനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നു, ജി is equal to g into m divided by r square അല്ലെ. അപ്പൊ ജീനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ജീന്റെ ഇക്വേഷനിലുള്ള ഘടകങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതിയടാ. ഒന്ന് യൂണിവേഴ്സൽ എന്താണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ, ഗ്രാവിറ്റേഷണൽ എന്താണ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് എർത്ത് ആണ് അല്ലെ, ഭൂമിയുടെ മാസ് ഓഫ് എർത്ത് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണെടാ സ്വാധീനിക്കുന്നത്, റേഡിയസ് ഓഫ് എർത്ത് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ, ഭൂമിന്റെ റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഷുവർ ആയാലും എഴുതണം. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് എടാ മക്കളെ, നമ്മുടെ ഭൂമിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ വിചാരിച്ചു ഭൂമി ഒരു ഉരുണ്ട ഷേപ്പ് ആണെന്നല്ലേ, പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി ആ ഉരുണ്ട ഷേപ്പിനെ എന്തോ വെച്ച് അടിച്ചൊരു ഷേപ്പാണ് ആക്ച്വലി ഭൂമിന്റെ. ഇതിങ്ങനെ ഒരു പറന്ന് എന്തോ വെച്ചിട്ട് അടിച്ച ഒരു ഷേപ്പാണ് ഭൂമിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ, ഭൂമിന്റെ ഷേപ്പ്. അപ്പൊ ഇതാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് പോള് അല്ലെങ്കിൽ ധ്രുവപ്രദേശം. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്, അതായത് ഭൂമധ്യരേഖാ പ്രദേശം എന്ന് മനസ്സിലാക്കുക. എടാ നിങ്ങളൊന്ന്
ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ഈ ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എർത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് അല്ലെ, ഇതാണ് എർത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ പോളിലോട്ടുള്ള റേഡിയസ് അതല്ലേ, സെന്ററിൽ നിന്ന് വരക്കുന്ന ലൈനാണ് റേഡിയസ് എന്ന് നമുക്കറിയാം. ഇത് നോക്കിക്കേ, ഇത് ഇത്രയേ ഉള്ളൂ. അതുപോലെ ഇക്വേറ്ററിലോട്ട് ഞാനൊരു റേഡിയസ് വരച്ചാൽ അത് വളരെ കൂടുതലാണ് അല്ലെ, വളരെ കൂടുതലാണ്. റേഡിയസ് ടു ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലേക്കുള്ള ആരം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലും, ഇത് കുറച്ച് കുറവുമാണ്. അപ്പം നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മുടെ ജീനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഓരോരുത്തർ റേഡിയസ് കൂടുതലും ഒരു സ്ഥലത്ത് റേഡിയസ് കുറവാണെങ്കിൽ ജീന്റെ വാല്യൂ അതിനെ ബാധിക്കും. അതുകൊണ്ടാ എപ്പോഴും ഇക്വേറ്ററില് ജീന്റെ വാല്യൂ, ഇക്വേറ്ററില് നമ്മുടെ ജി എന്ന് പറയുമ്പോൾ സ്മോൾ ജി ആണ് കേട്ടോ, സ്മോൾ ജിന്റെ വാല്യൂ കുറവായിരിക്കും. പോളിലാണെങ്കിൽ എപ്പോഴും ജീന്റെ വാല്യൂ കൂടുതലായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അത് ഒരിക്കലും മാറാൻ പാടില്ല. അപ്പൊ അതിനോട് ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് നമുക്ക് ഇ എന്ന് കൊടുക്കാം. ഇക്കു. പോളിന് നമുക്ക് പോ എന്ന് കൊടുക്കാം. പോ ഗു എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഇക്വേറ്ററില് ജീന്റെ വാല്യൂ കുറവാണ്. ഇക്വേറ്ററില് ജീന്റെ വാല്യൂ കുറവാണ്. പോളില് ജീന്റെ വാല്യൂ എന്താണ്, കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്താണ്, ജി കുറവാണ്. ഇക്കു മീൻസ് കുറവ്. ഇവിടെ ആണെങ്കിൽ പോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോളില് ജി കൂടുതലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. ഇക്കു പോകൂ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ എന്തായാലും അത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താ പറഞ്ഞതാ, പോളിൽ എന്താണ് ജീന്റെ വാല്യൂ കൂടുതലാണ്. ആ കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞപ്പോഴും 9.83 ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖ പ്രദേശത്ത് അത് ഇക്വേറ്ററിൽ കുറവാന്ന് പറഞ്ഞല്ലേ, അതായത് 9.78 ഒക്കെയാണ് വരിക. ചെറിയൊരു മാറ്റമില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ് എടുത്തിട്ടാണ് ഭൂമിനെ കമ്പയർ ചെയ്യുക. അപ്പൊ എപ്പോഴും ഭൂമിന്റെ ഗ്രാവിറ്റേഷണൽ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നപ്പോഴും നമ്മൾ 9.8 ആയിട്ടാണ് കോമൺ ആയിട്ട് മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 9.8 ആണ് എടുക്കാറ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇത് നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരേ ഉയരത്തിൽ നിന്ന് ഒരു കടലാസും ഒരു കല്ല് നമ്മൾ താഴേക്ക് ഇടാണ്. അപ്പൊ ഇതിൽ ആദ്യം ആരാണ് എത്തുക, ഒരേ ഉയരത്തിൽ നിന്നാണ് ഇടുക, ആദ്യം ആരാണ് എത്തുക എന്നായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രണ്ടും ആക്ച്വലി ഒരേ സമയത്താണ് എത്തുക. കാരണം രണ്ടിന്റെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരമാണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എപ്പോഴും അത് 9.8 തന്നെയായിരിക്കും. 9.8 ആയിരിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ മൊത്തത്തിലൊരു വാല്യൂ ആണ് 9.8 എന്ന് എടുത്ത് പറയുന്നത്. അപ്പൊ എപ്പോഴും അതൊരു 5 കിലോഗ്രാം, നിങ്ങളോട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, 5 കിലോഗ്രാം കല്ലും 1 കിലോ ഉള്ള ആണിയും ഇട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും ആദ്യം എത്തുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടും ഒരേ സമയം ഒരേ ഉയരത്തിൽ നിന്നാണെങ്കിൽ ഒരേ സമയത്തായിരിക്കും അതെത്തുക. കാരണം രണ്ടിന്റെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. അതൊരിക്കലും ആ ഇടുന്ന ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. 5 കിലോഗ്രാം പഞ്ഞിട്ട് കഴിഞ്ഞാലും 5 കിലോഗ്രാം ഇരുമ്പിട്ട് കഴിഞ്ഞാലും ഒക്കെ എന്താണെടാ, അത് ഒരേ സമയത്ത് തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒക്കെ ഒരേ സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവിടെ നിങ്ങൾ ആയിരിക്കും പേപ്പറൊക്കെ ഇങ്ങനെ പാറി പറന്നല്ലേ വരുന്നല്ലേ, പേപ്പർ ലാസ്റ്റ് അല്ലേ എത്തുക. അതെന്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പേപ്പർ ഇങ്ങനെ പാറി പറന്നിട്ടാണ് എത്തല്ലേ. കല്ലെത്തിയതിനു ശേഷം എത്രയോ സമയം കഴിഞ്ഞാണ് പേപ്പർ എത്തുക. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഈ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എയർ എന്ത് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എയർ ഇങ്ങനെ അതിനെ പറത്തിങ്ങനെ വിടും. എയർ റെസിസ്റ്റൻസ്, എയർ ഡ്രാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ എപ്പോഴോ എത്തുന്നത്. ആക്ച്വലി അത് എപ്പോഴും എത്തേണ്ടത് എപ്പോഴാണ്, 9.8 ഒരുമിച്ചാണ് എത്തുന്നത്. 9.8 ആണ് അതിന്റെ ആക്സിലറേഷൻ വരേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ 5 കിലോഗ്രാമുള്ള കല്ലും 1 കിലോഗ്രാമുള്ള കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് തന്നെ എത്തണം, ഒരേ ഉയരത്തിൽ നിന്നാണെങ്കിൽ. കാരണം എല്ലാത്തിന്റെയും ആക്സിലറേഷൻ 9.8 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് മാസ് ആൻഡ് വെയിറ്റ്. മാസും ഭാരവും എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ആരും ഇത് മറക്കാൻ പാടില്ല. അതിന്റെ ചെറിയൊരു ഡിഫറൻസ് ഞാൻ ഇങ്ങനെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാസ് എന്ന് പറഞ്ഞാല്, ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്ട്. ആ ഒബ്ജക്റ്റില് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അപ്പൊ പഞ്ചസാര, 1 കിലോഗ്രാം പഞ്ചസാരയിൽ എത്ര പഞ്ചസാര അതിലുണ്ട്, അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് ആണെങ്കിലോ, ആ 1 കിലോഗ്രാം പഞ്ചസാരനെ ഭൂമി എത്രത്തോളം
എത്രത്തോളം ബലത്തിലാണ് പിടിച്ച് അടിയിലേക്ക് വലിക്കുന്നത്, ആ ഒരു ബലത്തെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട്സ് എ ബോഡി ടുവേർഡ്സ് ഇറ്റ് സെന്റർ. അതിനുള്ളിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ആ ബലത്തിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് മാസിൻ്റെത്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. പിന്നെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് മാസിനെ ജി കൊണ്ട്, ജി എന്ന് പറഞ്ഞാൽ ആരും അന്തം വിടണ്ട, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 ആണ് കേട്ടോ. 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെയിറ്റ് കിട്ടും. അതുപോലെ തന്നെ മാസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇവിടെയുള്ള മാസ് തന്നെ ആയിരിക്കും ഇക്വേറ്ററിൽ പോയാലും ഭൂമധ്യരേഖയിൽ പോയാലും മറ്റേ പോളിൽ പോയാലും ധ്രുവപ്രദേശത്ത് പോയാലും ചന്ദ്രനിൽ പോയാലും വ്യാഴത്തിൽ പോയാലും ശനിയിൽ പോയാലും എവിടെ പോയാലും മാസ് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ തന്നെ ആയിരിക്കും. പക്ഷെ ഈ വെയിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെടും. ചന്ദ്രനിലുള്ള വെയിറ്റ് അല്ല ആ സംഭവത്തിന് തന്നെ നമ്മൾ ഭൂമിയിലോട്ട് കൊണ്ടുവന്നാല് അങ്ങനെ കുറെ ഇക്വേറ്ററിലും പോളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. കാരണം ജീന്റെ വാല്യൂവിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ കോമൺ ബാലൻസ് ആണ് നമ്മൾ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യടാ, സ്പ്രിംഗ് ത്രാസ് കേട്ടോ. സ്പ്രിംഗ് ത്രാസ് ആണ് നമ്മൾ ഭാരം വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 2 കിലോഗ്രാം ഷുഗർ തന്നിട്ടുണ്ട്. അതിന്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കടാ, 2 കിലോഗ്രാം തന്നെയായിരിക്കും. 2 കിലോഗ്രാം ഷുഗറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിനെ mg ചെയ്യുക. m എന്ന് പറയുന്നത് എന്താണെടാ, 2 × g എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക 9.8. ചില കേസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയും അത് 10 എന്നെടുത്തോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 എടുക്കാൻ പറ്റും കേട്ടോ. സോ 9.8നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 98 2 കൊണ്ട് ഗുണിച്ചാൽ 16. അപ്പോൾ 196 എന്ന് കിട്ടും അല്ലെ. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനത്താണുള്ളത്. അപ്പോൾ 19.6 എന്ന് മാത്രം എഴുതിയാൽ പോരാ, യൂണിറ്റ് എഴുതി കൊടുക്കണം. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് ആൻഡ് മാസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എടാ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഇവിടെയാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത് അല്ലെ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മുടെ പോൾ എന്ന് പറയുന്നത്, പോൾ മീൻസ് ധ്രുവപ്രദേശം. നമ്മൾ പറഞ്ഞിട്ട് ധ്രുവപ്രദേശത്ത് എന്താണ്, ജീന്റെ വാല്യൂ കൂടുതലാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഇക്കു പോകൂ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇക്കു പോകൂ അല്ലെ, ഇക്കു മീൻസ് എന്താണ്, ജീന്റെ വാല്യൂ കുറവാണ് ഇക്വേറ്ററില്. ജി കുറവ്. പിന്നെയോ പോകൂ മീൻസ് പോളില് ജി എന്താണെടാ, കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ആണല്ലോ ഓരോ സ്ഥലത്തും മാറുക എന്ന് പറയുന്നത്. മാസ് എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരിക്കും. സോ ഞാൻ ധ്രുവപ്രദേശത്ത് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എന്താണ് നമുക്കറിയാം, വെയിറ്റ് നോക്കുക m × g ആണ്. ജി ഇവിടെ കൂടുതലാണ്. സോ ഇക്വേറ്ററിൽ വെയിറ്റ് കൂടുതലായിരിക്കും. ഏതൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ധ്രുവപ്രദേശത്ത് കൊണ്ടുപോയി അല്ലെ, ധ്രുവപ്രദേശമല്ലേ ഇവിടെ, ധ്രുവപ്രദേശത്ത് നമ്മളൊരു സാധനത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കടാ, അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. കാരണം ജി അവിടെ കൂടുതലാണ്. ഭൂമധ്യരേഖയുടെ കേസിലാണെങ്കിൽ ഒന്ന് നോക്കിയടാ, ജി എന്താണ്, കുറവാണ്. അപ്പൊ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് m × g ആണ് അല്ലെ. സോ m × g അവിടെ കുറവാണ്. സോ വെയിറ്റ് ഉണ്ടായിരിക്കും താരതമ്യേന അവിടെ കുറവായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളോട് ചോദിക്കുന്ന കേസ് ആണ്. നെക്സ്റ്റ് 10 കിലോഗ്രാം നമുക്കൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ് ഭൂമിയിലെ അതിന്റെ ഭാരം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ ഭാരം നമ്മൾ എപ്പോഴും 9.8 അല്ലെ. ഭാരം കണ്ടുപിടിക്കുമ്പോൾ ജി എടുക്കേണ്ടത് 9.8 ആണ്. അപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mg ആണ് അല്ലെ. m എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്, ജി എന്ന് പറഞ്ഞാൽ 9.8 എടുക്കുക. സോ അതിന് 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 98 പോയിന്റ് കഴിഞ്ഞിട്ട് 1 പൊസിഷൻ. സോ നമുക്ക് 98 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ. 98 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വെയിറ്റ് ഓൺ മൂണിലുള്ള ചന്ദ്രനിലുള്ള ഭാരം ചോദിച്ചിട്ടുണ്ട്. ആ ഭാരം പോയിട്ട് mg തന്നെയാണ് ചെയ്യുക. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താണെന്നറിയോ, W = mg ആണ്. m എന്ന് പറഞ്ഞാൽ 10. നമ്മൾ പറഞ്ഞു m എവിടെ പോയാലും മാറൂല, എവിടെ അവിടെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. സോ 10 × g ഒരു വ്യത്യാസമുണ്ട്. ജി നമ്മുടെ മൂണിന്റെ ജി എന്ന് പറയുന്നത് എന്താണ്, 1.625 ആണ്. ആക്ച്വലി 1.625 ആണ്. നിങ്ങൾ 1.62 എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ. സോ 10 × 1.62 ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. സോ നമുക്ക് എന്താണ് കിട്ടുക, 1620 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഉണ്ടല്ലേ.
സോ 16.2 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൂണിന്റെ ജി വാല്യൂ വേറെയാണ്, അതുപോലെ ജുപ്പിറ്റർ നമ്മളെ അതിന്റെ വാല്യൂ വേറെയാണ്, വേറെ കുറെ ചൊവ്വന്റെ വാല്യൂ വേറെയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജികൾ ഉണ്ടാവും. എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വെയിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ജി ഇങ്ങനെ മാറുന്നോണ്ടാന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കി വെക്കണം എന്ന് നമ്മള് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, എന്താണ് ഈ 1.62 നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ പഠിച്ചു വെച്ചാൽ മതി. വെയിറ്റ് ഓൺ മൂൺ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ 6. നമ്മൾ എർത്തിൽ കണ്ടുപിടിച്ച വെയിറ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എർത്തിലെ ഭാരം 98 ന്യൂട്ടൺ എന്ന് കിട്ടിയില്ലേ. മൂണിന്റെ ഭാരം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് 98നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 6 6 3 8 എടുക്കി എഴുതുന്നു. സോ ഇവിടെ 6 36. സോ 2 അപ്പം 1 പോകില്ല, അപ്പൊ 0 പോകണം. അപ്പൊ 0.8 കൊടുക്കുന്നു. അപ്പം 3 അങ്ങനെ പോകില്ലേ. അപ്പൊ 16.3 എന്ന് നമുക്ക് കിട്ടും. ഏകദേശം 16.3 ന്യൂട്ടൺ ആണ് അവിടുത്തെ വെയിറ്റ് വരിക. തന്നെയല്ലടാ ഏകദേശം ഇതേ വാല്യൂ അല്ലേ, 16.2 ന്യൂട്ടൺ അല്ലേ നമുക്ക് അവിടെ കിട്ടിയ. അപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഇങ്ങനെ നിങ്ങൾ ചെയ്താലും അതിൽ രണ്ടിനും നിങ്ങൾക്ക് ആൻസർ തരും കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയും. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇടുന്ന സമയത്ത് അതിന്റെ പുറത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഒരു മോഷന് പറയുന്ന പേരാണ് ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയുന്നത്. എന്താണ്, അതിന് മേലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയില് എന്തിനാ എയർ റെസിസ്റ്റൻസ്, എയർ ഡ്രാഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെ, കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും ബാധിക്കാതെ ഗ്രൂമിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രത്തിൽ അതിങ്ങനെ താഴേക്ക് വീഴാണെങ്കിൽ അങ്ങനെയുള്ള ചലനത്തെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പതനങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു മരത്തിന് മുകളിൽ നിന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ വിചാരിക്കാതെ താഴേക്ക് വീഴാണെങ്കിൽ നമ്മളെ നെഞ്ഞത്തൊരു കാളലുണ്ടാവില്ലേ. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പാർക്കിലൊക്കെ, അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി നമ്മളിങ്ങനെ ഓരോ ഇതിലിങ്ങനെ കയറുന്ന സമയത്ത്, യന്ത്ര ഊഞ്ഞാലകളിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ ഏറ്റവും മുകളിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ഞത്തൊരു കാളലുണ്ടാവും നമുക്ക്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇങ്ങനെ അതൊക്കെ ഒരു ഫ്രീ ഫോളിന്റെ എക്സാമ്പിൾ ആണ് ആക്ച്വലി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഫ്രീ ഫോളിന്റെ കേസില് നമ്മൾക്ക് വെയിറ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞ, അതായത് ഭാരമില്ലായ്മ എന്നുള്ള ഒരു സംഭവം അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കാളലൊക്കെ. നമ്മൾ വിചാരിച്ചത് നമുക്ക് പേടിയായിട്ടാണ് അല്ലേ, പക്ഷെ ആക്ച്വലി അതല്ല. ഈ ഒരു സംഭവം ഉള്ളതാണ് വെയിറ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഭാരമില്ലായ്മ. അതായത് ഇപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഈ സമയത്തൊക്കെ എന്താണ്, വെറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് എന്താണ് നമ്മുടെ ഭൂമിന്റെ ഗ്രാവിറ്റി മാത്രമാണ് ഉള്ളതെങ്കിൽ ഇതാണ് നമ്മൾ പറയുന്നത്, എന്താണ് പറയാ, നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫോൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയത്ത് എന്താണ്, വെയിറ്റ്ലെസ്നെസ്, ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് ഭാരം തോന്നുകയില്ല കേട്ടോ. ഇപ്പൊ നമുക്കറിയാം സ്പ്രിംഗ് ത്രാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഭാരം അളക്കാൻ യൂസ് ചെയ്യുന്നത് അല്ലെ, സ്പ്രിംഗ് ബാലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു 10 കിലോഗ്രാം ഒരു വസ്തുവിനെ ഞാൻ ഭൂമിയിൽ വെച്ച് തൂക്കിട്ടോ. ഞാൻ തൂക്കി നോക്കുമ്പോൾ എത്രയായിരിക്കും അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നതാണ് 10 × 9.8 അല്ലെ, mg ആണ് അതിന്റെ ഭാരം കണ്ടുപിടിക്കുക. mg = 10 × 9.8 ചെയ്ത് നമുക്ക് 98 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ സ്പ്രിംഗ് ത്രാസോട് കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു 10 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു വസ്തുവിന് എന്ത് ചെയ്യാണ്, ഞാൻ നിർബാധ പതനത്തിന് വിധേയമാകണം. താഴത്തേക്ക് ഇങ്ങോട്ട് ഇടാണ്ട്, ഒരു ബിൽഡിങ്ങിന്റെ മേലെ കയറി താഴത്തേക്ക് ഒറ്റ ഇടല. ആ സമയത്ത് ആ സ്പ്രിംഗ് ത്രാസ് പോയിട്ട് ആരെങ്കിലും നമ്മുടെ അതിന്റെ വെയിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും. കാരണം എന്താ, വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. കാരണം അതിന് ഭാരം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതാണ് ഭാരമില്ലായ്മ. അപ്പൊ നിങ്ങളോടൊക്കെ ചോദിക്കും ഫ്രീ ഫോളിന്റെ സമയത്ത് അതിന്റെ ഭാരം എത്ര ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും, 0 ആയിരിക്കും. വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും എന്ന് നിങ്ങളെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്റർ പറയുന്നത്. അപ്പോഴാ മക്കളെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ആണ് വരുന്നത്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെ, നിങ്ങൾ കമന്റ്സിലൂടെ നിങ്ങൾ അറിയിക്കുന്ന നിങ്ങളുടെ ഫീഡ്ബാക്ക് എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. ഹൃദയത്തിൽ നിന്നും പറയാണ്, എപ്പോഴും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ലൈക്സും നിങ്ങളെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ എപ്പോഴും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു കാര്യം
കാര്യം പറയാനുള്ളത്? ആദ്യം പറയുന്ന കാര്യം കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? നിങ്ങൾക്ക് പ്രോബ്ലംസ് വേണ്ടി വരും. ചില ചാപ്റ്റർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ചിലത് ഇതുപോലെ റിവിഷൻ വേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതെല്ലാം നിങ്ങളെ കമന്റ്സിന്റെ കൂടെ അറിയിക്കുക. നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.